ദിവ്യ ചേച്ചിയേ, ദിവ്യ ചേച്ചി എന്തെടുക്കുവാ? എൻ്റെ ദിവ്യ ചേച്ചി ഇപ്പം എന്നെ മറന്നു പോയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇപ്പം എത്ര ദിവസമായി ചേച്ചി എന്നെ വിളിച്ചിട്ട്? അങ്ങനെയൊന്നും മറക്കരുതെന്നൊക്കെ എനിക്കറിയാം. ദിവ്യ ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയായിട്ടല്ല ഞാൻ വെച്ചേക്കുന്നത്. ദിവ്യ ചേച്ചി എന്നെ അങ്ങനെയല്ല ചേച്ചിയെ കരുതി വെച്ചേക്കുന്നത്. അതാ എനിക്കിത് ഉറപ്പായിട്ട് പറയാം. ദിവ്യ ചേച്ചി അന്ന് നമ്മൾ ഇന്ന് ആദ്യം കോട്ടയത്ത് വെച്ച് കണ്ട കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുക. അന്ന് ദിവ്യ ചേച്ചി എന്നെ ദിവ്യ സാറേ എന്ന് വിളിച്ചപ്പം ചേച്ചി എന്നോട് പറഞ്ഞത് എന്നതാ, എന്നെ ദിവ്യ ചേച്ചി എന്ന് മാത്രം വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അത് ആ ഡിസൈനിങ്ങിന് അന്ന് പോയ ഡിസൈനിങ് നടത്തി എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ദിവ്യ ചേച്ചി ഓർക്കുന്നില്ലേ? എനിക്ക് ഓർക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാം. എൻ്റെ കോട്ടയത്ത് വെച്ച് ഞങ്ങള് ഒരുപാട് മനസ്സിലായില്ല, കണ്ടില്ലേ? കണ്ണുനീര് വന്ന് കണ്ട ശബരി ഇത്രയും കാലമായിട്ട് പിന്നെ ദിവ്യക്ക് കണ്ണുനീര് വരുത്തിയിട്ടില്ലല്ലോ. ഇല്ല. എന്തായാലും ദിവ്യ ഒരുപക്ഷെ ഇതൊന്നും പറയേണ്ടതില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്കിടയിൽ ആ സിങ്ക് മാത്രമല്ല, സ്വാഭാവികമായിട്ടും ദിവ്യ എന്നുള്ള ഒരു പബ്ലിക് സെർവൻറ്റിൻ്റെ ഒരു വാല്യൂ അണ്ടർലൈൻ ചെയ്യുന്ന ഒരു സംസാരം അല്ലേ? ഓഫ് കോഴ്സ് വി ആർ ഓൾ പ്രൗഡ് ഓഫ് യു. അതിൻ്റെ ഒരു ഞാൻ പറയാം. എനിക്ക് ദിവ്യ കല്യാണം വിളിക്കാൻ നമ്മൾ ഒരുമിച്ച് അങ്ങനെ വളരെ കുറച്ച് ആളുകളുടെ അടുത്തേക്ക് നമ്മൾ ഒരുമിച്ച് കല്യാണം വിളിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ദിവ്യ നിർബന്ധം പിടിച്ച എന്നെയും കൂട്ടി ഈ കല്യാണത്തിരക്കിനിടയിൽ ഞാൻ തിരുവനന്തപുരം വിട്ടും എറണാകുളം വിട്ടും കല്യാണം വിളിക്കാൻ പോയിട്ടുള്ളത് ഇവിടെ അൽഫോൺസയെ കാണാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കോട്ടയത്ത് കല്യാണം വിളിക്കാൻ വൈകിട്ട് പാലായിക്ക് പോയതാണ്. വരട്ടെ, വേണമെങ്കിൽ ഞാൻ ഒരു ദൃശ്യം കാണിച്ചു. ദിവ്യ കല്യാണം വിളിക്കാൻ പോയതാണ് കേട്ടോ, ഒരു ഓൾഡ് ഏജ് ഹോം. അതും ചർച്ചയായി. കുഴപ്പമില്ല, ഒരുപാട് ചർച്ച എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയും ക്ലാരിറ്റി ഉണ്ടെങ്കിലും